MRC ഗാങ് ബ്ലാസ്റ്റ് ആയി പോവുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തപ്പോൾ ഇന്നലെ ഷമീറും മമ്മുവും വന്ന് തൊപ്പിക്കെതിരെ ഒരു ലൈവ് ചെയ്യുകയും അല്ലെ ഒരു ബ്ലോഗ് ചെയ്യുകയും അതിൽ തൊപ്പി മമ്മുവിനെ കൊണ്ട് ഷഡ് കഴിപ്പിച്ചു, മമ്മുവിന്റെ ശരീരത്ത് മമ്മുവിനെ മുഖത്ത് ചവിട്ടി, അതുപോലെ തന്നെ ഇവർ ചെയ്ത പരിപാടികളുടെ പേയ്മെന്റ് കൊടുത്തില്ല, അങ്ങനെ പറഞ്ഞു ഇവരെ ഭയങ്കരമായിട്ട് ക്രൂരമായിട്ടിട്ട് അവിടെ ഇട്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ തൊപ്പീനെ വല്ലാണ്ട് അങ്ങോട്ട് കുറ്റപ്പെടുത്തിയ ഒരു വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. അപ്പം നമ്മളൊക്കെ അത് വെച്ച് വീഡിയോ ചെയ്ത് റിയാക്ട് ചെയ്തു. തൊപ്പി എത്ര ക്രൂരൻ, തൊപ്പി ഇത്ര നീചനാണോ, തൊപ്പി ചെയ്ത കാര്യങ്ങൾ മോശം. കാരണം അവർ പറയുന്നത് ഭയങ്കര ജെനുവിനായിട്ട് തോന്നി. ഇപ്പൊ തൊപ്പി ലൈവായിട്ട് വന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ മമ്മൂനെ കൊണ്ട് ഷഡ് കഴിപ്പിച്ചു എന്ന് പറയുന്നത്, അതിനുള്ള ആൻസർ തൊപ്പി തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. കേസ് ഇനി ഷഡ് കഴിഞ്ഞ എന്തെല്ലാം പ്രൂഫ് വേണം നിങ്ങൾ ചോദിക്കണം കേട്ടാ. ഇവിടെ ഷഡ്ഡി കഴുകാൻ വേണ്ടി ഇവിടെ ഒരാൾ ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? ഒരാൾ മറ്റൊരാൾക്ക് ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? അതെന്താ, ഞാൻ ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ജീവിക്കുന്നത്? ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ഞാൻ ഡെയിലി നടക്കുന്നത്? ഷഡ്ഡിയാണോ എൻ്റെ? ഒരാൾക്ക് ഡ്രസ്സ് അലക്കാനുണ്ടാകുമ്പോൾ ഷർട്ട്, പാൻറ്, ഷഡ്ഡി, സോക്സ് ഇതൊക്കെ ഉണ്ടാവും. ഈ വീട്ടിൽ 10 പേരുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കും. ഈ മമ്മു പണിയെടുക്കൂല, ജാസി മമ്മു എല്ലാം ഇങ്ങനെ പണിയെടുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്ക് എപ്പോഴെങ്കിലും ടാസ്ക് കൊടുക്കാം. ഓക്കെ, ഇവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, മനസ്സിലാവും. ഇവിടെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഈ ഡ്രസ്സ്, ഈ എല്ലാം അടങ്ങിയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൊട്ടയില്ലേ, ഈ ഡ്രസ്സ് കൊട്ടാന്ന് പറയുമ്പോൾ വേറെ വിചാരിക്കണ്ട. കൊട്ടാന്ന് പറയുമ്പോൾ വേറെ കുറച്ച് ആൾക്കാർ വരും വിചാരിച്ചിൽ. അതല്ല, ഇത് ബാസ്ക്കറ്റ്. ഓക്കെ, ബാസ്ക്കറ്റ്, കൊട്ട, സോറി, ബാസ്ക്കറ്റ്. അങ്ങനെ ഒരു സംഭവം ബാക്കിയുണ്ടല്ലേ? വേണ്ട, ഇതിപ്പം ഇതാണ് നമ്മളെ ഇത് തീരട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. മനസ്സിലായോ? കൊട്ടൻ്റെ കേസെല്ലാം നല്ല പിന്നെ പറയണ വേണ്ട, ഒന്നും ചെയ്തൊന്നും അല്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതൊന്നും ചതിയല്ല, മനസ്സിലായോ? അതൊന്നും ചതിയേ അല്ല, ഇത് എന്തൊരു ചതിയാടാ. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. അവരുടെ ഒരു വീട്ടില് ഗ്യാങ് ആയിട്ട്, MRC ഗ്യാങ് ആയിട്ട് ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുമ്പോൾ എല്ലാവർക്കും ഓരോ ടാസ്ക് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു ദിവസത്തെ ടാസ്ക് ആയിട്ട് മമ്മൂന് ഇതുപോലെ ഡ്രസ്സ് കഴുകുന്ന സീൻ കിട്ടി. ഇപ്പൊ തൊപ്പി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഷഡ്ഡി മാത്രമായിട്ട് ആരെങ്ങനെ കഴുകാൻ കൊടുക്കും? ഷർട്ട്, പാൻറ്, ഷഡ്ഡി, അതുപോലെ തന്നെ സോക്സ്, ഇതെല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു ഇതായിട്ടല്ലേ കൊടുക്കുന്നത്. മാത്രമല്ല വാഷിംഗ് മെഷീനിലാണ് അലക്കിയതെന്നും കൂടെ പറയുന്നുണ്ട്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലാണ്. ഇന്നലെ അവർ വന്നിട്ട് എന്തൊരു തള്ളിയത് ഇവരെ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ തൊപ്പീനെ കുറ്റം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ട് പോയി. അതൊന്നും ഇടേണ്ട കാര്യമേ ഇല്ലായിരുന്നു. കാരണം ഞാൻ അന്നേരം വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്, തൊപ്പിയുടെ വേർഷനും കൂടെ കേട്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തൊപ്പിയുടെ വേർഷൻ്റെ അകത്ത് ഫുള്ള് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു വീഡിയോയും കൂടെ തൊപ്പി റിവീൽ ചെയ്തു. മമ്മു ഷമീറും കൂടെ കിടന്നുകൊണ്ട് കാണിക്കുന്ന ഒരു കാര്യം, അതിവിടെ കാണിക്കാൻ പറ്റില്ല. അവർ കാര്യം പറഞ്ഞാൽ ബ്ലർ ചെയ്തൊക്കെ കാണിച്ചു, പക്ഷെ എനിക്കത് കാണിക്കാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഷമീറും മമ്മുവും ഒക്കെ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ ഡ്രഗ് ചെയ്യുന്നതിനെതിരെ ഇവർ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. മമ്മു എന്നൊക്കെ പറയുമ്പം ഒരു ചെറിയ പയ്യൻ, വലിയ പ്രായമൊന്നുമില്ല. അപ്പം എന്തായാലും ഈ പറയുന്ന പോലെ ആ ചെറിയ പ്രായത്തിൽ തന്നെ അവനൊക്കെ ഇത്ര ഡേഞ്ചർ ആണെങ്കിൽ അവനെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ട് തന്നെ നമുക്ക് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അവന്മാർ എന്തൊക്കെ പരിപാടിയാണ് കാണിച്ചത്. തൊപ്പിയുടെ ഒരു വേ ഓഫ് ഒരു വളർച്ച നമ്മൾ കണ്ടതാണ്. ഏത് ലെവലിലാണ് വന്നതും അതിനുശേഷം ഐഷോ സ്പീഡിൻ്റെ ഒരു വേറൊരു പതിപ്പായിട്ടാണ് തൊപ്പി വന്നിരുന്നത്. പക്ഷെ അതിനുശേഷം തൊപ്പിയുടെ ഒരു വളർച്ചയും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. തൊപ്പി ഒരു ലെവലിലെത്തി. പക്ഷെ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊപ്പിനെ കുറ്റപ്പെടുത്തേണ്ടി വന്നു. പിന്നെ ഇൻ ബിറ്റ്വീൻ എല്ലാ മനുഷ്യന്മാരാണ്, തെറ്റുകുറ്റങ്ങൾ പറ്റും. പക്ഷെ ഇവന്മാര് കരുതി കൂട്ടിക്കൊണ്ട് തൊപ്പിക്കിട്ടുള്ള പണിയായിരുന്നു എന്നുള്ളത് ഇപ്പൊ തൊപ്പി വിത്ത് പ്രൂഫ് എല്ലാ സാധനം കൊണ്ട് കാണാം. ഇവന്റെ മോന്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, തന്തയില്ലായ്മ ചെയ്തതിന് മോന്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് മുന്നേ എന്തിനാ കുറെ പ്രാവശ്യം ഞാൻ ഒരു 3-4 വട്ടം എന്തായാലും ഇവരെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ലാസ്റ്റ് അടിച്ചതാണ് ഈ കാലിനെ കൊണ്ടുള്ള ചവിട്ട് മുഖത്ത്. എന്തിന്? എജു താലിബിന്റെ എഡ്യൂക്കേഷന്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു മമ്മൂനെ പഠിപ്പിക്കാം, മമ്മൂന് എഡ്യൂക്കേഷൻ കൊടുക്കാം. അപ്പം മമ്മു എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, തെറി വിളിച്ചോണ്ട് അവൻ പറഞ്ഞത് തന്നെ. എന്നെ തെറി വിളിച്ചോണ്ട്, അതായത് അവൻ്റെ നല്ലത് ചിന്തിച്ച എന്നെ തെറി വിളിച്ചോണ്ട് എന്താ പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു തെറിയും പ്ലസ് ഓനിക്ക് പഠിക്കാൻ പറ്റൂല, ആദ്യം ഒരു കളി കളിക്കട്ടെ, ഇങ്ങനെയാണോ പറഞ്ഞത്.
ഇങ്ങനെയാണോ പറഞ്ഞത്, എന്തോ ഒരു തെറി പറഞ്ഞ തെറി മൈരാണെന്ന് ഇതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, 5-6 മാസം മുമ്പുള്ളത് തെറി പ്ലസ് എന്നോട് ഇങ്ങനെ എന്നെ ഇങ്ങനെ ഭയങ്കര പുച്ഛത്തോടുകൂടി പഠിക്കാനും കയ്യിലും അതിൽ അതൊരു കളി കളിക്കട്ടെ അങ്ങനെ എന്തോ ഒരു സാധനം ഇവൻ പറഞ്ഞു. എനിക്ക് എൻ്റെ കൺട്രോൾ പൊട്ടി, കൊടുത്തു മുഖത്തൊരു ചവിട്ട്, മുഖത്തോ തലക്കോ ഇവിടെയോ സൈഡിലോ എവിടെയോ ചവിട്ടിയത്, ഇവിടെ ഒരു ചവിട്ട്. ഓക്കെ, ഇത് ഭയങ്കര കൂടുതലായി പോയി. എന്താ പറയാ, കേട്ടിട്ട് തന്നെ തൊപ്പിക്കെതിരെ ഇന്നലെ പറഞ്ഞതിൽ എനിക്ക് കുറ്റബോധം തോന്നി. ഇന്നലത്തെ അവന്മാരുടെ ആ ഒരു ഷമീറിന്റെയും മമ്മൂന്റെയും ആ ഒരു ലൈവ് കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു വ്ലോഗ് കണ്ടിട്ട് തൊപ്പീനെ കുറ്റപ്പെടുത്തേണ്ടി വന്നതിന് ഞാനിപ്പം എനിക്കൊരു വല്ലായ്മ തോന്നുന്നു, വേണ്ടിയിരുന്നില്ല. പക്ഷേ തൊപ്പി ഇപ്പം വന്നത് വിത്ത് പ്രൂഫാണ്. പുള്ളി കുറേ കാര്യങ്ങൾ വീഡിയോ ഓഡിയോ സഹിതമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഫോൺ റെക്കോർഡിങ് പ്ലസ് മമ്മു ഷമീറും ചെയ്യുന്ന ഒരു കാര്യം, അത് ഡ്രഗ് അടിച്ചതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ തീവ്രതയുള്ള കാര്യമാണ്. ആ വീഡിയോ തൊപ്പി ആക്ച്വലി പുള്ളിയുടെ ലൈവിൻ്റെ അകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. അത് കുറച്ച് പറയാൻ കൂടെ പറ്റുന്നില്ല, കാരണം എനിക്കിങ്ങനെ ഒരു ഇത് പറയാൻ മോശപ്പെട്ട കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അപ്പം എന്നാ മൈൻഡാണ്, തൊപ്പിയുടെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് ഷമീർ എന്ന് പറയുന്ന ഒരുത്തൻ, മമ്മു എന്ന് പറയുന്ന ഒരു ചെറുക്കൻ, വലിയ പ്രായമൊന്നുമില്ലാത്ത ഇവൻ്റെയൊക്കെ മൈൻഡ് സെറ്റ് ഭയങ്കര ടെററാണല്ലോടെ, ഭയങ്കര ടെറർ മൈൻഡ് സെറ്റ് ആണല്ലോടെ. ഇതുപോലെ ഈ അവരെ വളർത്തിക്കൊണ്ട് വന്ന് അവരെ കൂടെ നിർത്തിയ തൊപ്പി. ഇന്നലെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, അവരെ പട്ടികളെ പോലെ നോക്കിയ തൊപ്പി എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്, അടിമകളെ പോലെ നോക്കിയ തൊപ്പി എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ മാറ്റി പറയേണ്ടി വരുന്നു, കാരണം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ തൊപ്പിയുടെ വിത്ത് പ്രൂഫ് വിത്ത് എവിഡൻസ് അദ്ദേഹം എല്ലാം തെളിച്ച് പറയുമ്പോൾ, എല്ലാ തെളിവ് സഹിതം കാണിച്ച് പറയുമ്പോൾ, ലൈവിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ തെളിവ് സഹിതമാണ് പറയുന്നത്. നമുക്ക് അതിന് എന്താ പറയുക, അത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, ക്രിയേറ്റിവിറ്റി ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം പക്ക പ്രൂഫാണ്. മാത്രമല്ല ഇവന്മാർ പറയുന്നത് ഇവന്മാർക്ക് മമ്മൂനൊന്നും പൈസ കൊടുത്തിട്ടില്ലായിരുന്നു, ഒരു സാലറി ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഷമീർ പറയുന്നു ഷമീർ ഏത് ലൈവിൻ്റെ പൈസ കൊടുത്തിട്ടില്ലായിരുന്നു പറയുന്നു, എല്ലാം തൊപ്പിയുടെ കയ്യിലാണ് വന്നിരുന്നതെന്ന് പറഞ്ഞു. തൊപ്പി എല്ലാ പൈസയും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവന്മാരെ എല്ലാം ഓരോ ലെവലിൽ പൊക്കി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ചെയ്ത എഫേർട്ടിനൊക്കെ അവസാനം തൊപ്പിക്കിട്ട്, അതായത് നിഹാദിനിട്ട് കിട്ടിയത് എല്ലാം കൂടെ കൂട്ടി അണ്ണാക്കിൽ അടിച്ചു കൊടുത്ത പരിപാടിയായി. പക്ഷെ തിരിച്ചെല്ലാത്തിൻ്റെയും ഉണ്ട ഊരിപ്പോകുന്ന പണിയാണ് തൊപ്പി വെച്ച് കൊടുത്തേക്കുന്നത്. കാരണം തൊപ്പിയുടെ കയ്യിൽ വിത്ത് പ്രൂഫാണ്. റാംബോ, തൊപ്പിയുടെ കൂടെ കുറച്ച് പേരുണ്ട്, അതായത് ആദ്യം പോലും നിന്നിരുന്ന കുറച്ച് പേര്, റാംബോ, മുനു. ഇന്നലെ മമ്മു ആണേലും ഷമീർ ആണെങ്കിലും പറഞ്ഞു മുനുവിന് എല്ലാ കാര്യങ്ങളും അറിയാം, മുനു കുറച്ചുകൂടെ ഇതായിരുന്നു അതായിരുന്നു. പക്ഷെ മുനു ഇപ്പം ഈ പറയുന്ന പോലെ തൊപ്പിയുടെ കൂടെ ഉണ്ട്. അതാണ് വേറൊരു ട്വിസ്റ്റ്. കാരണം അവർ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം എതിരായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം തൊപ്പിയുടെ കയ്യിൽ പ്രൂഫും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഒരു വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം. സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതല്ലേ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഇത് ഇവിടെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. എടാ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിത് കാണിക്കാണ്ട് വേറെ വഴിയില്ല. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ട വരും. എടാ ഇന്നലെ മിഞ്ഞാന്ന് ഓൻ്റെ ലൈവ് കാണുമ്പോൾ ഞാനൊരു ഓപ്പൺ ചാലഞ്ച് തരട്ടെ. ഓക്കെ, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഞാൻ ഓപ്പൺ ചാലഞ്ച് തരട്ടെ. ഞാൻ ഡ്രഗ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ഓപ്പണായിട്ട് ഞാൻ ചാലഞ്ച് ചെയ്യാം. ലൈവായിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബ്ലഡിൽ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതാക്കാൻ പറ്റും, അല്ലേ? ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓന് ഒരിക്കലും ഇതിന് തയ്യാറാവില്ല. ഓക്കെ, ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഓനോട് ഡ്രഗ് ടെസ്റ്റിന് തയ്യാറായിട്ട് വരാൻ പറ. ഞാനിത് ഓപ്പൺ ചാലഞ്ച് വിളിക്കാം. ഡ്രഗ് ടെസ്റ്റിന് ഓപ്പണായിട്ട് മുന്നിൽ വാ. ഓക്കെ, അത് പറയുമ്പോൾ എനിക്ക് ഉള്ള പോലെ ഒരു കാര്യം എനിക്ക് പറയണം. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആൽക്കഹോൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ പല ബിസിനസ് മീറ്റിങ്ങും എടുക്കുന്നതാണ്. പല ബിസിനസ് മീറ്റിങ്ങിനും പോകുമ്പോൾ എല്ലാവരും ഒരു വിസ്കി ചെറിയൊരു പെഗ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ മാത്രം അതിൽ മാറി നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡാർക്ക്. ഞാൻ കുറേ പ്രാവശ്യം ഇഗ്നോർ ചെയ്തു, പക്ഷേ ഇടയ്ക്ക് എനിക്ക് കുടിക്കേണ്ട വന്നു. ശരിയാണ്, ഒരു തുള്ളി കുറച്ച് എനിക്ക് കുടിക്കേണ്ട വന്നു ഇടയ്ക്ക്. ഓക്കെ, അതും ഞാൻ അങ്ങനെ ഓൾമോസ്റ്റ് അവർ രണ്ടുപേരും സ്ക്രൂഡാണ് ആക്ച്വലി.
പെട്ട് അവരുടെ കൂടെ വേറെ ആരൊക്കെയോ ഉണ്ടെങ്കിൽ, തൊപ്പിക്കെതിരെ ആരൊക്കെയോ നിന്നിട്ടുണ്ടെങ്കിൽ ഈ തൊപ്പി കാണിക്കുന്ന ഒരു വലിയ കാര്യം, പുള്ളി എല്ലാത്തിനും പ്രൂഫ് വെക്കുന്നു എന്നുള്ളത്. നമ്മൾ പലരും മറന്നു പോകുന്ന പല കാര്യങ്ങളും നമ്മളിപ്പോഴും ഓർക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു പ്രൂഫോ ഡോക്യുമെന്റോ ഉണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ഉപകരിക്കുമെന്ന് പറയുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് തൊപ്പി കാണിക്കുന്ന കാര്യങ്ങൾ. കാരണം ലൈവ് വന്നിട്ട് ലക്ഷങ്ങൾ കാണുന്ന ലൈവില് അദ്ദേഹത്തിനെതിരെ നടന്ന സ്കാം, കൂട്ടത്തിൽ നിന്നവർ നടത്തിയ പണി 8 മടക്കി കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വാവ്, വണ്ടർഫുൾ. പറയാതിരിക്കാൻ മേലെ പോലെ തൊപ്പി നിഹാദെ. കാരണം പുള്ളിയുടെ ഒരു കാര്യങ്ങളെല്ലാം അത്യാവശ്യം പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് പുള്ളി ഒരു സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആശുപത്രി കിടക്കുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് അന്ന് സർജറിക്ക് ശേഷം കിടന്ന സമയത്താണ്, വയ്യാണ്ട് കിടന്ന സമയത്ത് തന്നെ ഇവര് ലൈവിലൊക്കെ വരിക, എന്തൊക്കെ ശോകം പരിപാടികളാണ് നടക്കുന്നത്. കൂട്ടത്തിൽ നിൽക്കുന്നവന്റെ ആസനത്തിലിട്ട് ആപ്പ് വെച്ച് അടയ്ക്കാന്ന് പറയുന്ന പരിപാടിയില്ലേ, അങ്ങനെ ഒരു പണിയാണ് ഇവന്മാരെ നടത്തിയത്. പക്ഷേ എല്ലാത്തിൻ്റെയും വായിക്കകത്ത് ഉണ്ട കയറ്റി പൊട്ടിച്ച അവസ്ഥയായിപ്പോയി ഇപ്പം തൊപ്പിയുടെ വക. എന്തായാലും നിഹാദെ മോനെ, നീ ചെയ്തത്, ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ കുറെ പേര്, അതായത് ഈ ലൈവ് ഒക്കെ കണ്ട് നിഹാദിന് ആക്ച്വലി ഹേറ്റേഴ്സ് ഉണ്ടാവും, അതിനേക്കാളുപരി ഫാൻസ് ഉണ്ടാവും. ഫാൻസിനെയും കൂടെ ഹേറ്റേഴ്സ് ആക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. എന്നാലും ഒരു ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നിരുന്നു. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ മാത്രമേ നമുക്കോ എന്തെങ്കിലും പറയാൻ പറ്റൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ മൊത്തം കൂടെ പൊട്ടിച്ചത്. മമ്മു എന്ന് പറയുന്ന ആ ചെറുക്കനും ഷമീർ എന്ന് പറയുന്ന അവന്റെ ആ ഒരു സുഹൃത്തിനും എല്ലാം കൂടെ കൂട്ടിയിട്ട് അമിട്ട് പൊട്ടുന്ന രീതിയിലാണ്. തൊപ്പി പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ഇവന്മാരുടെ ലൈഫിന് തന്നെ ത്രെട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ തൊപ്പിയുടെ കയ്യിൽ ഉണ്ടെന്നുള്ളതാണ്. വാവ്, എന്തൊരു ടെസ്റ്റാടോ. കൂട്ടത്തിൽ നിൽക്കുന്നതിനിട്ട് പണിയാൻ നോക്കുമ്പോൾ തിരിച്ച് 8 മടക്കി, അല്ലെങ്കിൽ 12 മടക്കി, 100 മടങ്ങി അടിച്ച് വായിക്കിട്ടുക എന്ന് പറയുന്ന അവസ്ഥ ഇതാണ്. വാ, ഒരുത്തനെ വളരാൻ വേണ്ടി നമ്മൾ സഹായിക്കും, അല്ലെ ഒരു കൂട്ടം ആൾക്കാരെ വളരാൻ സഹായിക്കുമ്പോൾ ആ കൂട്ടത്തിൽ വളരാൻ സഹായിക്കുന്നവനെ കാലെ വലിച്ചിട്ട് ചവിട്ടുന്ന പരിപാടി നോക്കിയതാണ്. എന്തായാലും ലൈവിൽ കുറേ നേരം കുറേ കാര്യങ്ങൾ തൊപ്പി പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യാനുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇന്നലത്തെ ആ ഒറ്റ വീഡിയോ കൊണ്ട് തൊപ്പീനെ കുറ്റപ്പെടുത്തിയ ഞാൻ കണ്ടം മാറി ചാടി തൊപ്പിയുടെ കൂടത്തിൽ ഇപ്പം നിൽക്കുക. കാരണം പറ്റത്തില്ലല്ലാതെ. കാരണം ഇത്രയും പ്രൂഫുമായിട്ട് ഒരാൾ വന്ന് നിൽക്കുമ്പം നമ്മൾ എതിർസ്ഥാനത്ത് നിന്നിട്ട് വായിട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഇനിയിപ്പം മറ്റവർക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയത്തില്ല. ഏതായാലും അടിച്ചണ്ണാക്കി കിട്ടിയതിനെ ആ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ കുറച്ച് സമയം പിടിക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്നുള്ള രീതി വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഏതായാലും തൊപ്പി ഇങ്ങനെ ഒരു വെടി പൊട്ടിച്ചത് നന്നായി. ഇതുകൊണ്ട് ഇവന്മാരുടെയൊക്കെ അത് വേറൊന്നുമല്ല, ഇവന്മാരാരാന്ന് ചോദിച്ചാൽ നമ്മളെ ആരുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇവരുടെയൊക്കെ ലൈവ് കാണുന്ന ഇവരുടെ പരിപാടികളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള, പിന്നെ ഇവരുടെ പ്രോഗ്രാംസ്, ഇവർ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള കാര്യം പുള്ളി പറയുന്നുണ്ട്. ശരി, ഇതൊക്കെ എന്തിനാ? എന്റർടൈൻമെന്റ് പർപ്പസിനല്ലേ, നമ്മളെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട്. തൽക്കാലം എൻ്റെ ഭാഗത്തുനിന്ന് ഇതേ എന്നുള്ളൂ. തൊപ്പിയുടെ സൈഡ് ഇപ്പൊ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കി ഇനി അവന്മാർക്ക് എന്തെങ്കിലും പറയാണ്ട് പറയട്ടെ.